Hello students, welcome to Veranda Malayalam YouTube channel. അപ്പോൾ എല്ലാവർക്കും കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ വർഷത്തെ അവസാനത്തെ നമ്മുടെ കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ് ആണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. അതിനു മുന്നേ നമ്മുടെ SSC RRB ബാങ്കുമായിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട്. അതിൽ നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, രജിസ്റ്റർ ചെയ്യുവാണെങ്കിൽ എക്സ്പേർട്സ് നിങ്ങളുടെ ഡൗട്ട്സിന് മറുപടി ആയിട്ട് എത്തുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്ന് നോക്കാൻ പോകുന്നത് ഡിസംബർ 2nd വീക്ക്, ഡിസംബർ 8 to 14 കറണ്ട് അഫയേഴ്സ് ആണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ഓക്കെ അല്ലേ? ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യനും നമുക്ക് കുറച്ച് കാര്യങ്ങളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ നോക്കിയേ, നാഷണൽ പൊല്യൂഷൻ കൺട്രോൾ ഡേ ഈസ് ഒബ്സർവ്ഡ് എവരി ഓൺ. ഓക്കെ അല്ലേ? ഇത് ഡിസംബർ 1 to 7 വരെയുള്ള ഡേറ്റ്സ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. അതിൻ്റെ കൂട്ടത്തിലുള്ളതാണെന്ന് തോന്നുന്നു. നാഷണൽ പൊല്യൂഷൻ കൺട്രോൾ ഡേ ക്ലാസ് കണ്ട ഒരുപാട് പേരുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, ഒന്ന് ആൻസർ ചെയ്യാൻ നോക്കുക. നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ആരെങ്കിലും എന്ത് ക്വസ്റ്റ്യൻ ആയിരിക്കും നിങ്ങൾ ആൻസർ ചെയ്തേന്ന്. ഓക്കെ, ഒന്ന് കമൻറ്റ് ചെയ്ത് നോക്കേ, നാഷണൽ പൊല്യൂഷൻ കൺട്രോൾ ഡേ. അപ്പോൾ നമുക്ക് ആൻസർ എന്താ നോക്കാം. ഓക്കെ, ആൻസർ ഡിസംബർ 2 ആണ്. ഡിസംബർ 2 നമ്മൾ നാഷണൽ പൊല്യൂഷൻ കൺട്രോൾ ഡേ എന്ത് ചെയ്യുന്നത്, ആഘോഷിക്കുന്നത്. അങ്ങനെ ആണെങ്കിൽ നമുക്ക് ഡിസംബറിലെ നമ്മുടെ ഈ ഒരു വീക്കിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേയ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇപ്പം ഞാൻ ഡേയ്സ് ആണ് ഇട്ടേക്കുന്നത്. കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ തീമും മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, കൂടെ ഒന്ന് പഠിച്ചു പോവുക. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. അപ്പോൾ ഇത്രയും ഡേയ്സിന് എന്തെങ്കിലും എക്സ്ട്രാ തീം ഉണ്ടെങ്കിൽ അതുകൂടെ നിങ്ങളൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഡിസംബർ 8 ആദ്യത്തെ ദിവസം നോക്കിയേ, അത് ബോധി ഡേ ആയിട്ട് ആഘോഷിക്കുന്നത്. ഡിസംബർ 8 എന്താ, ബോധി ഡേ. ഡിസംബർ 9 നോക്കിയേ, ഡിസംബർ 9 എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ആന്റി കറപ്ഷൻ ഡേ ആണ്. ഡിസംബർ 9 എന്താ, ഇന്റർനാഷണൽ ആന്റി കറപ്ഷൻ ഡേ ആണ്. ഡിസംബർ 10 നോക്കിയേ, ഹ്യൂമൻ റൈറ്റ്സ് ഡേ. ഡിസംബർ 10 എന്താ, ഹ്യൂമൻ റൈറ്റ്സ് ഡേ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ അല്ലേ, ഇമ്പോർട്ടൻ്റ് ആണ് ഡിസംബർ 10. ഡിസംബർ 11 ഇന്റർനാഷണൽ മൗണ്ടെയിൻ ഡേ. ഓക്കെ, ഡിസംബർ 11 ഇന്റർനാഷണൽ മൗണ്ടെയിൻ ഡേ, ഡിസംബർ 11. അതുപോലെ നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് ഭാരതീയ ഭാഷാ ദിവസം ആഘോഷിക്കാൻ പറഞ്ഞതും ഇതേ ഡിസംബർ 11 തന്നെയാണ്. ഓക്കെ അല്ലേ, ഇന്റർനാഷണൽ മൗണ്ടെയിൻ ഡേ ഡിസംബർ 11 ആണ്. ഭാരതീയ ഭാഷാ ദിവസം നമ്മൾ ആഘോഷിക്കുന്ന ഈ ദിവസം തന്നെയാണ്, ഡിസംബർ 11 ആണ്. അതുപോലെ ഡിസംബർ 11 മറ്റൊരു പ്രത്യേകത നോക്കിയേ, യൂണിസെഫ് ഡേ. യൂണിസെഫ് ഡേ ആണ്. ഡിസംബർ 12 പ്രത്യേകത നോക്കിയേ, യൂണിവേഴ്സൽ ഹെൽത്ത് കവറേജ് ഡേ ആണ്. യൂണിവേഴ്സൽ ഹെൽത്ത് കവറേജ് ഡേ. ഡിസംബർ 13 പ്രത്യേകത നോക്കിയേ, നാഷണൽ ഹോഴ്സ് ഡേ ആണ്. ഡിസംബർ 14 നമ്മൾ നാഷണൽ എനർജി കൺസർവേഷൻ ഡേ, ഇമ്പോർട്ടൻ്റ് ആണ്. നാഷണൽ എനർജി കൺസർവേഷൻ ഡേ ഡിസംബർ 14. അപ്പോൾ ഡിസംബർ 8 to 14 വരെ നോക്കുമ്പോൾ അതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ്സ് ആണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അതിൽ എല്ലാ ഡേറ്റ്സിൻ്റെയും നമ്മൾ പ്രത്യേകത പറഞ്ഞു പോയി. അതിൽ നമ്മൾ നോക്കിയാൽ ഹ്യൂമൻ റൈറ്റ്സ് ഡേയും നാഷണൽ എനർജി കൺസർവേഷൻ ഡേയും കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് അത് മറന്നു പോകരുത്. ഡിസംബർ 11 മറ്റൊരു പ്രത്യേകതയും കൂടി നമ്മൾ പറഞ്ഞു, എന്താ, ഇന്റർനാഷണൽ ഒരു ഭാരതീയ ഭാഷാ ദിവസമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഡിസംബർ 11 ആഘോഷിക്കുന്നുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കേ, ഹൂ ഹാസ് ബിക്കം ദ വേൾഡ്സ് ലാർജസ്റ്റ് വിൻഡ് സോളാർ ഹൈബ്രിഡ് പവർ കമ്പനി. ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? അപ്പോൾ ഓപ്ഷൻസ് 4 ഉണ്ട്. നിങ്ങൾ ആരെന്നെങ്കിൽ ഇതിൽ ഏത് ഓപ്ഷൻ ആൻസർ ചെയ്യുമായിരുന്നെന്ന് ഒന്ന് കമൻറ്റ് ചെയ്തേക്കേ. ടാറ്റ പവർ, സെസ്ലോൺ, അദാനി ഗ്രീൻ, റിലയൻസ്. ഇതാണ് 4 കമ്പനി. 4 കമ്പനി അത്യാവശ്യം നമ്മൾ കേട്ടിട്ടുള്ള കമ്പനി തന്നെയാണ്. കൺഫ്യൂഷൻ വരാം. നിങ്ങളാണെങ്കിൽ ഏത് ഏത് ഓപ്ഷൻ ആയിരിക്കും ചൂസ് ചെയ്തേക്കുക ഒന്ന് നോക്കിയേ. അപ്പോൾ നമുക്ക് ആൻസർ നോക്കിയാലോ. ഓക്കെ, നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് അദാനി ഗ്രീൻ ആണ്. അപ്പോൾ നമ്മുടെ വേൾഡിൽ തന്നെ ലാർജസ്റ്റ് വിൻഡ് സോളാർ ഹൈബ്രിഡ് പവർ കമ്പനി ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ ആരെ പറയും, അത് അദാനി ഗ്രീൻ ആണ്. അദാനി ഗ്രീൻ. അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ച് പോയിന്റ്സ് നോക്കാം. അദാനി ഗ്രീൻ എനർജി ലിമിറ്റഡിന്റെ നിലവിലെ CEO എന്ന് പറയുന്നത് വിനീത് ജെയിൻ ആണ്. ഓക്കെ അല്ലെ, വിനീത് ജെയിൻ ആണ്. അദാനി ഗ്രീൻ എനർജി ലിമിറ്റഡ് വന്നേക്കുന്നത് 2015 ജനുവരി 23 അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്, അഹമ്മദാബാദിലാണ്. ഹെഡ് ക്വാർട്ടേഴ്സ് അഹമ്മദാബാദാണ്. 2015 എന്ത് ചെയ്തിരിക്കുന്നത്, കമ്പനി ഫോം ചെയ്തേക്കുന്നത്. വിനീത് ജെയിൻ ആണ് നിലവിലെ അതിൻ്റെ CEO. ഇപ്പോൾ നിലവിലെ ലാർജസ്റ്റ് വിൻഡ് സോളാർ ഹൈബ്രിഡ് കമ്പനി ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ ആരെ പറയും, അദാനി ഗ്രീൻ ആണ് ആൻസർ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യരുത്, തെറ്റിപ്പോവരുത്, ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ഇന്ത്യാസ് പ്രീമിയർ ഷോ
ടെക്നോടെക്സ്. ഓക്കെ, എന്താ ടെക്നോടെക്സ് 2023. അത് നമ്മുടെ 2023 ഫെബ്രുവരിയിൽ നടക്കാൻ പോകുന്ന സിറ്റി ഏതാണെന്നാണ് എൻ്റെ ക്വസ്റ്റ്യൻ. ഇന്ത്യാസ് പ്രീമിയർ ഷോ ടെക്നോടെക്സ് 2023. 4 ഓപ്ഷൻസ് ഉണ്ട് നോക്കിയേ. മുംബൈ, ന്യൂഡൽഹി, ഹൈദരാബാദ്, ബംഗളൂരു. അപ്പോൾ നിങ്ങളാണെങ്കിൽ ഇതിൽ ഏത് ഓപ്ഷൻ ആയിരിക്കും മാർക്ക് ചെയ്തേക്കുക? ഒന്ന് കമൻറ്റ് ചെയ്ത് നോക്കേ. നിങ്ങൾ കമൻറ്റിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മളെ യൂട്യൂബിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കേ. നമ്മുടെ ഏത് ഓപ്ഷൻ ആയിരിക്കും നിങ്ങൾ മാർക്ക് ചെയ്യുന്നത്? അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇതിൽ ആൻസർ ഏതാണെന്ന് നോക്കിക്കേ. മുംബൈ ആണ്. ഓക്കെ, ഓപ്ഷൻ 1 അല്ല, സോറി ഓപ്ഷൻ 2 എന്നാണ് അത് കിടക്കുന്നത്. ഓപ്ഷൻ 1 മുംബൈ ആണ് എന്ത് ചെയ്തേക്കുന്നത്, ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഓപ്ഷൻ 1 മുംബൈ ആണ് ടെക്നോടെക്സ് 2023 എന്ത് ചെയ്യുന്നത് നടക്കുന്നത്. അപ്പോൾ ടെക്നോടെക്സ് 2023 എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഒരു പ്രീമിയർ ഷോയാണ്. എന്തിനകത്ത്? ടെക്നിക്കൽ ടെക്സ്റ്റൈൽസ്, മുംബൈയിൽ നടക്കാൻ പോകുന്ന ടെക്നിക്കൽ ടെക്സ്റ്റൈൽസിൻ്റെ ബേസിലുള്ള ഒരു മെഗാ ഷോയാണ് ടെക്നോടെക്സ് 2023. ആരൊക്കെ ചേർന്നിട്ടാണ് ഓർഗനൈസ് ചെയ്യുന്നത് നോക്കിയേ. മിനിസ്ട്രി ഓഫ് ടെക്സ്റ്റൈൽസ് ഉണ്ട്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. മിനിസ്ട്രി ഓഫ് ടെക്സ്റ്റൈൽസ്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. ഓക്കെ, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇൻ വേറെ ഒരുപാട് കാര്യം, കുറച്ച് ആൾക്കാരെയും കൂടെ ഉണ്ട്. കൊളാബറേഷൻ വിത്ത് ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബേഴ്സ് ഓഫ് കൊമേഴ്സ് ഇൻഡസ്ട്രി, അതുപോലെ നാഷണൽ ടെക്നിക്കൽ ടെക്സ്റ്റൈൽ മിഷൻ NTTM. അപ്പോൾ ആരൊക്കെയാണെന്ന് ഞാൻ ഒന്നുകൂടെ പറയാം. ഒന്ന് നമ്മുടെ മിനിസ്ട്രി ഓഫ് ടെക്സ്റ്റൈൽസ്. ഏതൊക്കെയാ? മിനിസ്ട്രി ഓഫ് ടെക്സ്റ്റൈൽസ് ഉണ്ട്, മിനിസ്ട്രി ഓഫ് ടെക്സ്റ്റൈൽസ്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ആരാ നോക്കിയേ, നാഷണൽ NTTM ആണ്, നാഷണൽ ടെക്നിക്കൽ ടെക്സ്റ്റൈൽ മിഷൻ. മിഷൻ ആണ് കേട്ടോ, നാഷണൽ ടെക്നിക്കൽ ടെക്സ്റ്റൈൽ മിഷൻ NTTM. ഓക്കെ അല്ലേ? അടുത്ത ആരാ നോക്കിയേ, ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബേഴ്സ് ഓഫ് കൊമേഴ്സ് ഇൻഡസ്ട്രീസ്. ഇത്രയും പേര് ചേർന്നിട്ടാണ് ടെക്നോടെക്സ് 2023 നമ്മൾ എന്ത് ചെയ്യുന്നത്, കണ്ടക്ട് ചെയ്യുന്നത്. എവിടെയാണ് നടക്കുന്നത്? മുംബൈയിലാണ് 2023 ഫെബ്രുവരിയിൽ നടക്കാൻ പോകുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Okay, who has been named as the Times Person of the Year 2022 by the Time Magazine? Okay, Time Magazineന്റെ 2022 Person of the Year ആരാണെന്നാണ് ക്വസ്റ്റ്യൻ. 4 പേരെ ഓപ്ഷനിൽ അറിയാം. എലോൺ മസ്ക്, ലിസ് ചേനി, സി ജിൻപിങ്, വ്ളാഡിമിർ സെലൻസ്കി. ഓക്കെ, നിങ്ങളായിരുന്നുവെങ്കിൽ ഏത് ഓപ്ഷൻ ആയിരിക്കും മാർക്ക് ചെയ്യുക? ഒന്ന് കമൻറ്റ് ചെയ്ത് നോക്കേ. നിങ്ങൾക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും, ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. ടൈംസ് പേഴ്സൺ ഓഫ് ദി ഇയർ അത്യാവശ്യം നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ആൻസറിലേക്ക് പോകാം. ഇത് നോക്കിയേ, ഓപ്ഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ 4 വ്ളാഡിമിർ സെലൻസ്കി ആണ് ആൻസർ. അപ്പോൾ നിങ്ങൾ കറണ്ട് അഫേഴ്സ് പഠിക്കുമ്പോൾ ന്യൂസ് റിലേറ്റഡ് ആയിട്ട് കുറച്ചും കൂടെ ആപ്റ്റ് ആയിട്ട് പഠിക്കാൻ നോക്കുക. കറണ്ട് അഫേഴ്സ് ഒരുപാട് സ്കീംസ്, അപ്പോയിൻമെൻറ്റ്, ഇമ്പോർട്ടൻറ്റ് ഡേയ്സ്, ഡിഫൻസിൻ്റെ, സ്പോർട്സിൻ്റെ ഒക്കെ നടക്കുന്നുണ്ട്. അതിലുപരി നിങ്ങൾ ഡെയിലി ന്യൂസ് പേപ്പർ വായിക്കുന്ന ഒരാളാണെങ്കിൽ നമുക്കറിയാം ഇന്ന നേഷൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കൺട്രിയോ അല്ലെങ്കിൽ ഇതൊരു സ്റ്റേറ്റിലോ ഒരു പ്രത്യേക റിവോൾട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വാറോ മ്യൂട്ടണിയോ ഒക്കെ നടക്കുന്നുണ്ടായിരിക്കാം. മേ ബി ഗവൺമെൻറ്റിനെതിരെ അല്ലെങ്കിൽ പുതുതായിട്ട് എന്തെങ്കിലും റൂള് കൊണ്ടുവന്നിട്ടുണ്ടായിരിക്കാം. ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ നടക്കുന്നുണ്ടായിരിക്കും. അങ്ങനെ ആ കൺട്രി എന്ത് ചെയ്യും, ന്യൂസിൽ കുറച്ച് ഡെവലപ്ഡ് ആയിട്ട് വരും. അപ്പോൾ അങ്ങനെ റിലേറ്റഡ് ന്യൂസിൽ കുറച്ച് വന്ന് കണ്ടിരിക്കുന്ന എന്തെങ്കിലും ഡാമോ കൺട്രിയോ അങ്ങനെ എന്ത് സാധനം ഉണ്ടെങ്കിലും അതിൻ്റെ ന്യൂസ് അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള GK ക്വസ്റ്റ്യൻസ് ഒന്ന് പഠിച്ചു വെക്കാൻ നോക്കുക. അതിൽ നിന്ന് ചോദിക്കാറുണ്ട്. കഴിഞ്ഞൊരു CGLൻ്റെ ക്വസ്റ്റ്യനിൽ, CGL അല്ല കഴിഞ്ഞ ഇടന്ന SSCൻ്റെ ക്വസ്റ്റ്യനിൽ ചോദിച്ചതാണ് ശ്രീലങ്കേൻ്റെ ഏരിയ ഓഫ് എക്സ്പാൻഷൻ എത്രയായിരുന്നു ക്വസ്റ്റ്യൻ. അപ്പോൾ ശ്രീലങ്കയിൽ നമുക്കറിയാം അടുത്തിടയ്ക്ക് കുറേ പ്രശ്നങ്ങൾ നടന്നിരുന്നു, ന്യൂസിൽ നല്ല പോലെ ഉണ്ട്. അപ്പോൾ ആ ന്യൂസുമായിട്ട് റിലേറ്റ് ചെയ്ത് ശ്രീലങ്കേൻ്റെ ഏരിയ ഓഫ് എക്സ്പാൻഷനാണ് അവർ ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ നോക്കിയേ, വ്ളാഡിമിർ സെലൻസ്കി, അപ്പോൾ ഉക്രൈൻ്റെ റഷ്യൻ്റെ വാറിൻ്റെ കാര്യമൊക്കെ നമ്മൾ നടക്കുന്നത് അറിയാം, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്, ന്യൂസിൽ കുറേ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അതുമായിട്ട് ബന്ധപ്പെട്ട എക്സ്ട്രാ വല്ല കാര്യങ്ങളുണ്ടോ? ഒരുപാട് ഒരു ഹെലികോപ്റ്ററിൻ്റെ ഒക്കെ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ജസ്റ്റ് നോക്കി വെച്ചിട്ട് വേണം പോകാൻ. അപ്പോൾ ന്യൂസിലുള്ള റിലേറ്റഡ് ആയിട്ട് വരുന്നതൊന്നും കളയാൻ നിൽക്കരുത്. അപ്പോൾ പേഴ്സൺ ഓഫ് ദി ഇയർ 2022 ആയിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത് വ്ളാഡിമിർ സെലൻസ്കീനെയാണ്. അങ്ങനെ ആണെങ്കിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ 2022 തീരുവാണല്ലോ, കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അച്ചീവ്മെൻറ്റ്സ് അവാർഡ്സ് ഒക്കെ നോക്കാം. നോക്കിയേ, അടുത്ത നോക്കിയേ, അശോക് സൂത്തയ്ക്ക് കിട്ടിയിരിക്കുന്നത് CII ക്വാളിറ്റി രത്ന അവാർഡ് 2021 കിട്ടിയിരിക്കുന്നത് അശോക് സൂത്തയ്ക്കാണ്. CII ക്വാളിറ്റി രത്ന അവാർഡ്. അടുത്ത് നോക്കിയേ, ആയുർവേദ രത്ന അവാർഡ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ആയുർവേദ രത്ന അവാർഡ് കിട്ടിയിരിക്കുന്നത് തനുജ നസറിക്കാണ്. തനുജ നസറി. അടുത്ത അവാർഡ് നോക്കിയേ, ശിരോമണി അവാർഡ്. NRI വേൾഡ് സമ്മിറ്റ് 2022 ശിരോമണി അവാർഡ് കിട്ടിയിരിക്കുന്ന വ്യക്തി മൈക്കിൾ പൂനാവാല. ഇമ്പോർട്ടൻ്റ് ആണ് മൈക്കിൾ പൂനാവാല. ഓക്കെ അല്ലേ? JC
സി ഡാനിയൽ അവാർഡ് 2021 കിട്ടിയിരിക്കുന്നത് KP കുമാരനാണ്. KP കുമാരൻ. അടുത്ത നോക്കി 2022 ഫീൽഡ് മെഡൽസ് മെരിയൻസ്ക വിയോസ്കയ്ക്കാണ് കിട്ടിയിരിക്കുന്നത്. അടുത്ത കുറച്ച് ആൾക്കാരുണ്ട് അതേ മെഡൽ ഫീൽഡ് മെഡൽ കിട്ടിയിരിക്കുന്ന ഹൂഗോ ഡുമിനിൽ കോപ്പൻ, അതുപോലെ ജൂൺ ഹു, അതുപോലെ ഒരാളും കൂടെ ഉണ്ട് ജെയിംസ് മെയ്നാർഡ്. ഈ 4 പേർക്കാണ് 2022 ഫീൽഡ് മെഡൽ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ പോസ് ചെയ്തിട്ട് നോട്ട് വേണമെങ്കിൽ കംപ്ലീറ്റ് ആക്കി പോവുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അച്ചീവ്മെൻറ്റ്സ് ആണ് ഞാൻ ഈ കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നോക്കിയേ, മെൻസിൻ്റെ ICC പ്ലെയർ ഓഫ് ദി മന്ത് അവാർഡ് ജൂൺ ആണ് കേട്ടോ. ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതിൽ ജൂൺ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തേക്കുക, വിവിധ കാറ്റഗറിയിൽ നിന്ന് എടുത്തതാണ്. അപ്പോൾ നിങ്ങൾ ഈ 2022 ജനുവരി ടു ഡിസംബർ വരെയും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ പ്ലെയർ ഓഫ് ദി മന്ത് സെലക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ജൂണിൽ മാത്രമാണ് ഞാൻ കൊടുത്തേക്കുന്നത്. നിങ്ങൾ എന്ത് ചെയ്യുക, ബാക്കി മന്തിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജനുവരി ടു ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചേക്കുക. അപ്പോൾ നമുക്കിനി CGL CHSL ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൽ നിന്ന് ചോദിക്കാം. അപ്പോൾ ഞാൻ ജൂൺ മാത്രമേ ജസ്റ്റ് എഴുതിയിട്ടുള്ളൂ, നിങ്ങൾ ബാക്കി മന്തും കൂടെ നോക്കുക. അങ്ങനെയാണെങ്കിൽ ബാക്കി നോക്കിയേ, സുപ്രീം ഓർഡർ ഓഫ് ദി ക്രൈസാന്തിമം അവാർഡ് കിട്ടിയിരിക്കുന്ന ആർക്കാണ്, എക്സ് പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ഷിൻസോ അബയ്ക്കാണ് കിട്ടിയിരിക്കുന്നത്. ഐക്കൺ അവാർഡ് ലണ്ടൻ ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ 2022 ഐക്കൺ അവാർഡ് കിട്ടിയിരിക്കുന്ന 2 വ്യക്തികളുണ്ട്. ആരാ നോക്കിയേ, ഒന്ന് അപർണ സെന്നും, 2 നന്ദിത ദാസും. ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ അല്ലേ? നമ്മുടെ ലണ്ടൻ ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവല് ഐക്കൺ അവാർഡ് കിട്ടിയിരിക്കുന്ന 2 പേര് ആരാ, അപർണ സെന്നും നന്ദിത ദാസും. അത് കഴിഞ്ഞ് നോക്കിയേ, വേൾഡ് ബെസ്റ്റ് SME ബാങ്ക് ബൈ യൂറോ മണി കിട്ടിയിരിക്കുന്നത് DBS ബാങ്ക് ആണ്. DBS ബാങ്കിനാണ് ആ അവാർഡ് കിട്ടിയിരിക്കുന്നത്. അടുത്ത് നോക്കിയേ, ഓർഡർ ഓഫ് ദി റൈസിംഗ് സൺ ഗോൾഡ് ആൻഡ് സിൽവർ സ്റ്റാർ അവാർഡ് ഈ വർഷം കിട്ടിയിരിക്കുന്നത് നാരായൺ കുമാറിനാണ് കിട്ടിയിരിക്കുന്നത്. അടുത്ത് നോക്കിയേ, വിൻസ്റ്റന്റ് ചർച്ചിൽ ലീഡർഷിപ്പ് അവാർഡ് കിട്ടിയിരിക്കുന്നതും വ്ളോഡിമർ സെലൻസ്കിക്കാണ്. ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ന്യൂസുമായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. അടുത്ത അവാർഡ് കണ്ടോ, ടൈംസ് പേഴ്സൺ ഓഫ് ദി ഇയർ അവാർഡിന് കിട്ടിയിരിക്കുന്ന അദ്ദേഹത്തിന് തന്നെയാണ് വീണ്ടും എന്ത് കിട്ടിയിരിക്കുന്നത്, വിൻസ്റ്റന്റ് ചർച്ചിൽ ലീഡർഷിപ്പ് അവാർഡ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മുടെ നാഷണൽ ഫിലിം ഫെസ്റ്റിവൽ, നാഷണൽ ബെസ്റ്റ് ഫീച്ചർ ഫിലിമിൽ കിട്ടിയത്, നാഷണൽ ഫിലിം അവാർഡ്സിൽ ബെസ്റ്റ് ഫിലിം അവാർഡ് കിട്ടിയത് ആർക്കാണ്, സുരരൈ പോട്രു, അത് നമുക്കറിയാം. അതുപോലെ ബെസ്റ്റ് ഫിലിം, പോപ്പുലർ ഫിലിം പ്രൊവൈഡിങ് ഹോൾസെയിം എൻ്റർടൈൻമെൻറ്റ് കിട്ടിയിരിക്കുന്നത് തൻഹാജിക്കാണ്. പിന്നെ അതുപോലെ നമുക്കറിയാം നാഷണൽ അവാർഡ്സിൽ ബെസ്റ്റ് ആക്ടറും ആക്ട്രസും, ബെസ്റ്റ് ആക്ടർ ആരായിരുന്നു, സൂര്യയും അതുപോലെ അജയ് ദേവ്ഗണ്ണും. ബെസ്റ്റ് ആക്ട്രസ് നമുക്കറിയാം ആരാണ്, അപർണ ബാലമുരളിക്കാണ് കിട്ടിയിരിക്കുന്നത്. ബെസ്റ്റ് മ്യൂസിക് ഡയറക്ടർ ആരായിരുന്നു, എസ് തമനാണ് മ്യൂസിക് ഡയറക്ടറും കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഓക്കെ അല്ലേ? ബെസ്റ്റ് നാഷണൽ ഫിലിം അവാർഡ്സിലെ ബെസ്റ്റ് ഡയറക്ടർ, ആക്ടർ, ആക്ട്രസ് ഒക്കെയാണ് ഞാൻ ഈ പറഞ്ഞത്. അതുപോലെ ബെസ്റ്റ് ഫിലിം ഓൺ സോഷ്യൽ ഇഷ്യൂസ്, ജസ്റ്റിസ് ഡിലൈഡ് ബട്ട് ഡെലിവേർഡ് ആൻഡ് 3 സിസ്റ്റേഴ്സ് എന്നാണ്, ഡെലിവേർഡ് ആൻഡ് 3 സിസ്റ്റേഴ്സ്. ഇതിനാണ് എന്ത് കിട്ടിയിരിക്കുന്നത്, നമ്മുടെ ബെസ്റ്റ് ഫിലിം ഓൺ സോഷ്യൽ ഇഷ്യൂസ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അവാർഡ്സിലെ എല്ലാ സെക്ഷനിൽ നിന്നും എടുത്തിട്ടാണ് ഞാൻ ഈ പറഞ്ഞത്. നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് ഒരു നോട്ടാക്കി സെറ്റ് ചെയ്തിട്ട് എക്സ്ട്രാ കിട്ടുന്ന പോയിന്റ്സ് എല്ലാം ഇതിൻ്റെ കൂടെ കണക്ട് ചെയ്ത് വേണം പോവാൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, കറണ്ട് റിപ്പോ റേറ്റ് ബൈ RBI ഓൺ ഡിസംബർ 2022. ഡിസംബർ 2022 കൊണ്ടുവന്ന RBIയുടെ റിപ്പോ റേറ്റിൻ്റെ എത്ര ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 4 ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങളാണെങ്കിൽ എന്ത് മാർക്ക് ചെയ്തേനെ? ഇതുവരെ നമ്മുടെ RBIയുടെ റിപ്പോ റേറ്റ് എന്ന് പറയുന്നത് കുറേ നാളായിട്ട് നിങ്ങൾ ന്യൂസ് നോക്കുകയാണെങ്കിൽ ഈ 4% നിന്ന് മാറിയിട്ടില്ലായിരുന്നു. റിപ്പോ റേറ്റും ബാങ്ക് റേറ്റും റിവേഴ്സ് റിപ്പോ റേറ്റും ഒന്നും അവർ മാറ്റിയിട്ടില്ലായിരുന്നു. അവർ കൊറോണ ടൈം തൊട്ട് നമ്മുടെ റിപ്പോ റേറ്റ് എന്ന് പറയുന്നത് 4% ആയിട്ടാണ് നിന്നിരുന്നത്. അപ്പോൾ ഈ ഡിസംബർ 2022 RBIയുടെ റിപ്പോ റേറ്റ് എത്ര % ആണെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ അല്ലേ? ഞാൻ ആൻസറിലേക്ക് പോവാം. നിങ്ങൾ മാർക്ക് ചെയ്ത ആൻസർ കറക്റ്റ് ആണോ എന്ന് നോക്കിയേ. 6.25% ആണ്. അപ്പോൾ കറണ്ട് RBI കൊണ്ടുവന്ന റിപ്പോ റേറ്റ് എന്ന് പറയുന്നത് എത്ര % ആണ്? 6.25% ആണ്. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, ഹൗ മെനി ഇന്ത്യൻ ബില്യനേഴ്സ് ഹാവ് ബീൻ ലിസ്റ്റഡ് ഇൻ ദ ഫോർബ്സ് ഏഷ്യാസ് ഹീറോസ് ഓഫ് ഫിലാന്ത്രോപ്പി ലിസ്റ്റ്? എത്ര ബില്യനേഴ്സ് ആണ് നമ്മുടെ ഏഷ്യാസ്
ഫോബ്സ് ഹീറോസ് ഫിലാന്ത്രോഫി ലിസ്റ്റിൽ എത്ര ഇന്ത്യൻ ബില്യനേഴ്സ് ആണ് വന്നേക്കുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ അല്ലേ? 5, 3, 2, 8 ബില്യനേഴ്സ്. ഇനി ഓപ്ഷൻസ് ഒക്കെ കുറച്ച് കട്ടിയാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒന്ന് നോക്കിക്കോ, 5, 3, 2, 8 നമ്പേഴ്സ് ഒക്കെ കറക്റ്റായിട്ട് പിടിച്ചിട്ട് പോവുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഏത് ആൻസർ ആയിരിക്കും, ഏത് ഓപ്ഷൻ ആയിരിക്കും മാർക്ക് ചെയ്യുക? ഒന്ന് ജസ്റ്റ് ഒന്ന് ആൻസർ ചെയ്ത് നോക്കേ. അങ്ങനെ ആണെങ്കിൽ നിങ്ങൾ മാർക്ക് ചെയ്ത ആൻസർ കറക്റ്റ് ആണോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആൻസർ 3 ആണ്, 3 ബില്യനേഴ്സ് ആണ്. ഓപ്ഷൻ 2 3 ബില്യനേഴ്സ് ആണ് എന്ത് ചെയ്യുന്നത് ആൻസർ. ഇപ്പോൾ കൊണ്ടുവന്ന ഫിലാന്ത്രോഫി ലിസ്റ്റിൽ 3 ബില്യൺ ഇന്ത്യൻസ് ആണ് ഉള്ളത്. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കേ. ഹു ഹാസ് ബീൻ അപ്പോയിൻറ്റ് ആസ് ദ ന്യൂ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഓഫ് പഞ്ചാബ് നാഷണൽ ബാങ്ക്? അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസംബറിൻ്റെ ഒരു വീക്കിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്പോയിൻമെൻറ്റ് കുറേ ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ ഇത് നോക്കിയേ, പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ ഇപ്പോഴത്തെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ട് അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്ന വ്യക്തിയാണ്. 4 ഓപ്ഷൻ ഉണ്ട്. BK മിശ്ര, SM ജാ, M പരമശിവം, S ബാലചന്ദ്രൻ. അപ്പോയിൻമെൻറ്റ് നോക്കിയവർക്ക് അറിയാം അപ്പോയിൻമെൻറ്റ് കഴിഞ്ഞ എക്സാമിന് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമ്മൾ കണ്ടതാണ്. അപ്പോൾ നിങ്ങളൊന്ന് ആൻസർ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ആൻസറിലേക്ക് പോകാം. ഓപ്ഷൻ സി M പരമശിവമാണ് നിലവിലെ പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ എന്ന് പറയുന്നത്. നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അന്ന് നമ്മൾ 2 സെറ്റ് നോക്കിയിരുന്നു. ഇതിൽ ബാക്കി അപ്പോയിൻമെൻറ്റും കൂടെ നമുക്ക് എന്ത് ചെയ്യാം, നോക്കിപ്പോവാം. ഓക്കെ, നമ്മുടെ പാർട്ട് ടൈം ചെയർപേഴ്സൺ ഓഫ് നാഷണൽ സ്റ്റാറ്റിക്കൽ കമ്മീഷൻ NSCൻ്റെ പാർട്ട് ടൈം ചെയർമാനായിട്ട് വന്നിരിക്കുന്ന വ്യക്തിയാണ് രാജീവ് ലക്ഷ്മൺ കരണ്ടിക്കർ. അപ്പോൾ രാജീവ് ലക്ഷ്മൺ എന്ന് ആലോചിച്ച് വെച്ചാൽ മതി. പാർട്ട് ടൈം മെമ്പറാ ചെയർമാനായിട്ട് വന്നേക്കുന്നത് രാജീവ ലക്ഷ്മൺ ആണ്. ആരെയാണ് സക്സീഡ് ചെയ്ത് വന്നേക്കുന്നത്? ബിമൽ കുമാർ റോയിനെയാണ് സക്സീഡ് ചെയ്ത് വന്നിട്ടുള്ളത്. അടുത്ത നോക്കേ, പ്രസിഡന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റ് ആരാണെന്നാണ് നിലവിലെത്തത്. അത് വിജേന്ദ്ര ശർമ്മയാണ്. വിജേന്ദർ ശർമ്മ. അതുപോലെ കോസ്റ്റ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് അക്കൗണ്ട്സിന്റെ വൈസ് പ്രസിഡന്റ് ആരാണ്? രാകേഷ് ബെല്ല. അടുത്ത നോക്കിയേ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്കൂൾ എഡ്യൂക്കേഷൻ ആൻഡ് ലിറ്ററസിന്റെ നിലവിലത്തെ സെക്രട്ടറി ആയിട്ട് അപ്പോയിന്റ് ചെയ്തിരിക്കുന്നതാണ് സഞ്ജയ് കുമാർ. അപ്പോയിൻമെന്റ് പഠിച്ചേ പറ്റൂ, കഴിഞ്ഞ എക്സാമിന് നല്ല ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അടുത്ത നോക്കിയേ, അഡ്വർടൈസിംഗ് ഏജൻസി അസോസിയേഷൻ ഓഫ് ഇന്ത്യ AAAI അതിൻ്റെ നിലവിലത്തെ പ്രസിഡൻ്റായിട്ട് അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത് പ്രശാന്ത് കുമാറിനെയാണ്. നമ്മുടെ അഡ്വർടൈസിംഗ് ഏജൻസി അസോസിയേഷൻ ഓഫ് ഇന്ത്യ നിലവിലത്തെ പ്രസിഡന്റ് എന്ന് പറയുന്ന ആരാണ്? പ്രശാന്ത് കുമാർ ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് അപ്പോയിൻമെൻറ്റ്സ് ആണ് നമ്മൾ നോക്കിയത്. മുമ്പ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ബാക്കി നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ ഒരു സെക്ഷൻ നമ്മൾ അവസാനിക്കുകയാണ്. ഈ വർഷത്തെ നമ്മുടെ അവസാനത്തെ ക്ലാസ് ആണ്. അപ്പോൾ നമ്മൾ എല്ലാവരും ന്യൂ ഇയറിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കില്ലേ? എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഇപ്പോൾ ക്ലാസ് ഒക്കെ കണ്ടിട്ട് നിങ്ങൾ മറ്റ് കാര്യങ്ങൾ എന്തെങ്കിലും ഡൗട്ട്സോ മറ്റു കാര്യങ്ങളോ അല്ലെങ്കിൽ ഇതിൽ സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ വീഡിയോയുടെ PDF താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് എടുത്തിട്ട് പഠിച്ചോളുക. നോട്ട് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെ കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ.